ഹായ്, അപ്പൊ എന്റെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി മയർക്ക, ഇന്നത്തെ പരിപാടി എന്താ? ഇന്നത്തെ പരിപാടി നമുക്കൊരു ഷൂട്ട് ഉണ്ട്. എന്ത് ഷൂട്ടാ? ബ്രാൻഡിന്റെ പേര് പറയാൻ പറ്റൂല. ഓക്കെ, നമ്മള് ഹൊറർ അല്ലേ എടുക്കുന്നത്? പറയരുത്. നമ്മള് ഹൊറർ ഷൂട്ടാണ് പ്ലാൻ ചെയ്യണേ. സോ ഞാൻ വില്ലനാണ് ഗൈസ്. ഞാൻ എല്ലാത്തിനും വില്ലനാണല്ലോ, ടോക്സിക് വില്ലൻ. അങ്ങനത്തെ റോളൊക്കെ മാത്രം എനിക്ക്, നെഗറ്റീവ് റോള് മാത്രമേ ഞാൻ ചെയ്യും. പാവം. എടാ, നിനക്ക് നല്ലൊരു വില്ലൻ പ്രൊഫൈൽ ഉണ്ട്. ഓ, സുഖിച്ച് താങ്ക്സ് സുഖിച്ച് ഗൈസ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഷൂട്ടിന്റെ ലൊക്കേഷനിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഷൂട്ടിന് ഇറങ്ങാണ് ഡിജെന്റെ സപ്പോർട്ടോടുകൂടി ഇറങ്ങാണ്. റുക്കുതാ, രണ്ട് വാക്ക് ക്യാമറയിൽ മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നനയാൻ പാടില്ല. നമ്മളുടെ ആകെ ഒരു പ്രൊഡക്റ്റ് നനയാണ്ടിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഓപ്ഷൻ ഇല്ല ഗൈസ്. നടക്കൂ നമ്മളുടെ കൊച്ചിയിലെ മെയിൻ വീഡിയോഗ്രാഫർ കാനോണി സിയർ. എന്താ പറയാനുള്ളത്? നമ്മൾക്ക് ഇന്നത്തെ ഷൂട്ട് ഇപ്പം ഞാൻ എടുക്കും, പക്ഷെ അത് ഈ വർഷത്തൊന്നും അപ്ലോഡ് ആവില്ലെന്നാണ് എന്റെ ഒരു നിഗമനം. ഭാഗ്യമായോണ്ട വേറെ നമ്മൾ ഷൂട്ടിന് ഇറങ്ങി, പക്ഷേങ്കിൽ എന്ത് പറ്റി? മഴ. ഇയാളെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ ചതിച്ചു. ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ലൊക്കേഷൻ. ഇതാണ് നമ്മളുടെ ഷൂട്ട് നടക്കുന്ന ലൈറ്റിൽ വെട്ടിക്കെട്ട് പോലെ വെട്ടിക്കെട്ട്. അയ്യോ കണ്ടേ. ഹലോ നമ്മുടെ ക്യാമറമാൻ അസിസ്റ്റന്റ് രാവിലെ എടുക്കേണ്ട ബസ്സിൽ ഇപ്പൊ തന്നെ എന്തിനാ വന്നിരിക്കണേ? നേരത്തെ എത്താനാ. എന്റെ പൊസിഷൻ ഇതാണ്. ഞാൻ അങ്ങനെ ആക്ട് ചെയ്യാൻ ഇതിലെ മാർക്ക് നടന്നു പോകും. സോ അപ്പോ എന്റെ ഒരു റിയാക്ഷൻ ഓക്കെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. മാർക്കൊക്കെ ചെറുതായിട്ട് കോസ്റ്റ്യൂം ഒന്ന് മാറിയിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. Get ready. ഹലോ ഗായ്സ്. ഹലോ എന്താ കൊണ്ട് പറഞ്ഞാരാ? പരിപാടി ചെയ്യുമ്പോഴേ അത്ര ഉള്ളൂ. ഇന്ന് ഞാൻ ഒരു ടേക്കിലോന് ശരിക്കൂല. അത്രേ ഉള്ളൂ. ആ ബസ്സിൽ ഞാൻ കയറിയപ്പോൾ ഒരു സുന്ദരിയായ കൊച്ചു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സുന്ദരി കൊച്ചിന്റെ പേരാണ് നോട്ടം, ഒളിനോട്ടം, നോട്ടം, പൂന്തോട്ടം, വെട്ടം. മെയിൻ വില്ലിന്റെ എൻട്രി കണ്ടോളൂ. നീ ആ സാധനട്ടെ. ഓക്കെ, ആദ്യം തല അടിയൊക്കെ രണ്ട് ഷോട്ട് ഒക്കെയാണ്. ലൈക്ക് എന്റെ സജഷനിൽ ഇവന്റെ ലുക്ക് ഇല്ലേ, അത് സെയിം സാധനം വീഡിയോയിലില്ലേ. അടുത്തത് എന്റെ ലുക്കാണ് ഗൈസ്. കിട്ടും. ഇങ്ങനെ ആക്കുമ്പോ എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് റോളിംഗ് പോലെ. 1 2 3 പടം ഫ്ലോപ്പ്. കേട്ടോ. ഇവിടെ ക്യാരക്ടർ പിടിച്ചോണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. ടെൻഷന്റെ സൗണ്ട് ആയിക്കോട്ടെ. ഇപ്പൊ തന്നെ വേണ്ട സവാദേ പേടിച്ചോ? ഞാൻ കണ്ടു. ജസ്റ്റ് വൺ ചിരി വന്നു. ജസ്റ്റ് വൺ. റെഡി
ഒരു സെക്കൻഡ് കണക്കറിയോ അപ്പൊ നീ ഇച്ചിരി ഇങ്ങോട്ട് ഫേസിൽ ഇങ്ങോട്ട് എടുത്ത് റെഡി 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ അവിടുന്ന് ഇറങ്ങാൻ ഇല്ല വൈഡ് ആദ്യത്തെ ഷോട്ട് ഗ്യാപ്പിൽ പോകുമ്പോൾ കട്ടാവൂലേ? ഞങ്ങളാണ് മെയിൻ, പക്ഷെ എടുക്കുന്ന മൊത്തം വായിക്കാൻ പരിപാടി ഞങ്ങള് കേസ് കൊടുക്കും. സംഭവം എന്താ വെച്ചാലേ ഞങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരാൻ വേണ്ടി ഞങ്ങളൊരു ഷോട്ട് പോലും ഇല്ല. അവസ്ഥ കഴിച്ചു വേറൊരു അവസ്ഥ. ഞാൻ നടക്കുന്നെ. സോ നെക്സ്റ്റ് ഷോട്ട് ലുക്കുത്താത്താനാണ്. ലുക്കുത്താത്ത റൂഡായിട്ട് നോക്കണം, അതാണ് ഷോട്ട്. കൈസേക്ക് ചിരിക്കല്ലേ ചിരിക്കല്ലേ, ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ. കമോൺ 3, 2, 1 നിനക്ക് പോയിട്ടൊന്നും അർജന്റുണ്ടോ? 3. സവാദെ മാഡത്തിന്റെ അനുഗ്രഹം വായിച്ചോ? സത്യം പറയട്ടെ, അതിന് നല്ല അഭിനയിക്കാണ്ട് അതാണ് ഏറ്റവും നല്ല എനിക്ക് പറയാനുള്ളത്. നീ അഭിനയിക്കാതിരിക്കുക, അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. അയ്യേ ഇങ്ങനെ വിരിക്കുക പരിപാടിയല്ല. അതെ, ഷോർട്ട് ഫിലിമില് അതാണോ കാണിക്കുന്നത്? ഹാർഡ് വർക്ക്. അപ്പൊ സെക്കൻഡ്, അതായത് ഡയലോഗ് ഇതാ വരുന്നേ. നമ്മ ഫോണിൽ ചാർജ് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. അവരുടെ ഫോണിൽ ചാർജ് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. കുണ്ട 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 തിരിഞ്ഞേ എന്നെ വിറ്റോട്ടേക്ക് നടന്നില്ല. അഭിനയിക്കും. എക്സ്ക്യൂസ്ഡ്. ഓക്കെ, ചിരിക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് പകരം തല തല ടിൽറ്റ് ചെയ്തിട്ട് ചിരിക്കാണ്ട് തിരിഞ്ഞാ മതി. എടാ പുറകിന്നാണോ ക്യാമറ ഫ്രണ്ടിന്നല്ലേ? റൈറ്റിൽ മതിയോ? ഞാൻ പറയാം. ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടോ? ഇതേ സീൻസ് ആണ് റൈറ്റ് സൈഡിലും പിടിച്ച. ടേണൊന്നും വേണ്ട, ഓൾറെഡി തിരിഞ്ഞിട്ട് നിക്കുന്നല്ലേ. സ്വന്തം ഇവനിതല്ല വേറൊരു മുഖം ഞാൻ കാണിച്ചുതരാം. ഏട്ടായിക്ക് വേറൊരു മുഖം ഉണ്ട്. ഇവൻ പണ്ട് ടിക്ടോക്കില് ടിക്ടോക്ക് ഫുഡ് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ പാടുവായിരുന്നു. അതെ, ഉള്ളോളം തരികയാണോ? ഉള്ളോളം ഇത്ര മുടി ഉണ്ടായിരുന്നു അവരെ. ഇങ്ങനെ വെച്ചോണ്ട് സവാൽ എടുത്തിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോ ക്ലോസ് ആക്കാം. കൈ പിടിച്ചിട്ട് എടാ ലൈറ്റ്സ് അപ്പൊ ലിഫ്റ്റ് ചെയ്യുമ്പോ ഞാൻ ഷൂട്ട് നിർത്തി, കാരണം നമ്മളെ വിളിച്ചിരുന്നിട്ട് നമുക്ക് ഓർമ്മയില്ല. ഇതാണ് നല്ലത്. അമ്മ ഞാൻ ഒരു 1/2 മണിക്കൂറിൽ വീട്ടിലെത്തും. നിൽക്കുന്നതും ക്യാമറ ചേട്ടൻ 1, 2, 3. This is my YouTube vlog. ഫസ്റ്റ് അല്ല സെക്കൻഡ്. ആദ്യത്തേതും അവസാനത്തേതും ഓടോ കാനോൺ ക്യാൻഡി. ഇച്ചായന്റെ പണ്ടത്തെ മുടി ഫാൻസ് ആരൊക്കെ ഉണ്ട്? സൈഡിലേക്ക് അങ്ങ് ഇട്ട് അവൻ അങ്ങ് കാണുമ്പോ നിന്നെ അടിക്കാൻ തോന്നുന്നു. ഒരു നടൻ അങ്ങനെ പറയാൻ പാടില്ല. സിറ്റുവേഷൻ നടൻ അഭിനയിക്കണം. അതെ, റെഡി 3, 2, 1 സ്റ്റാർട്ട്.
കാട്ടിയപ്പോ മറ്റേ ഡോഗ്ലി ബ്രോ ഫാഷൻ മാറ്റർ ബാഗല്ലേ ക്യാമറ നോക്കില്ല ഹൈ എന്നിട്ട് അതെ 3, 2, 1 സ്റ്റാർട്ട്. ബ്രോ ഫാഷൻ മാറ്ററിന്റെ ബാഗല്ലേ ബ്രോ ബ്രോ വേണ്ട അവന്റെ കഴിഞ്ഞില്ലേ നീ ഇപ്പൊ ഇതിലുള്ള ഇങ്ങോട്ട് അപ്പൊ ഓൺ ഓഫർ വന്നാ ആ സാധനം പിടിച്ചോ അപ്പൊ ഓൺ ഓഫർ വന്നാ അതിലെ ആ ഓക്കെ ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം റുക്കു ജസ്റ്റ് ഒന്ന് നിന്നെ റുക്കു അവിടെ നിന്നോ. ബ്രോ ഇത് ഫാഷൻ മാറ്ററിന്റെ ബാഗല്ലേ 3, 2, 1 സ്റ്റാർട്ട്. ബ്രോ ഇത് ഫാഷൻ മാറ്ററിന്റെ ബാഗല്ലേ 2, 1 സ്റ്റാർട്ട്. മൈക്ക് ഇത് കാണോ വൺ മോർ കരിമീ ഒരു കാര്യം അതെ അതെ കാനോൺ കാൻഡി പോട്ടെ 3, 2, 1 സ്റ്റാർട്ട്. ബ്രോ ഓൺ ഓഫർ ആയോ അതാണോ ഇന്നത്തെ വീഡിയോനെ പറ്റി ഷോർട്ടിനെ പറ്റി എന്താണ് ഇന്നത്തെ എന്നെ ഞെട്ടിച്ചത് ഇതെന്നാ ഇറങ്ങ അതല്ല അതിനു ഞാൻ പറയട്ടെ സവാദിന്റെ പെർഫോമൻസ് സവാദ് ഇങ്ങനെ നിന്നപ്പോണ്ടല്ലോ ഞാൻ പെട്ടെന്ന് അന്യനാണ് വിചാരിച്ചു പിന്നെ അതിന്റെ കൂടെ കനോന്റെ വൻ DOP അതുപോലെ പിള്ളേരെ വൻ ലൈറ്റിംഗ് കൂടി വന്നപ്പോണ്ടല്ലോ വൈറ്റ് ലൈറ്റിന്റെ പ്രത്യേകം പറയണേ വൈറ്റ് ലൈറ്റ് ഇവരാണ് ലൈറ്റ് ബോയ് ആർക്കും ഒരു സംഭവം വരേണ്ടത് വെച്ച് എല്ലാരെയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ മതി ഓക്കെ ബൈ ഗൈസ് ടൈം 12:04 പെട്ടെന്ന് കഴിഞ്ഞിരിക്കണ് 12:04 അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് ഫുള്ള് എഡിറ്റ് ചെയ്തു കേട്ടോ ലോക ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ആഫ്റ്റർ 1.5 ഇയർ ലോക ഇറങ്ങുന്നതാണ് വലിയൊരു ആശ്വാസം എനിക്കത് കാണണ്ടായി. എന്തിനാ ഗൈസ് എല്ലാവരും കാണാൻ മാർക്കാന്റെ റിലാക്സ് ചെയ്യുന്നു ഡയലോഗ് കൊടുത്തു രജിസ്റ്റർ ആയില്ലേ മതി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ Guys, നമ്മൾ Guys, so back up.